പൊതുഗതാഗത രംഗത്തെ മറ്റൊരു നാഴികക്കല്ലായി ദുബായിൽ ട്രാം ആദ്യമായി ഇന്ന് പരീക്ഷണയോട്ടം നടത്തി. ദുബായ് മറീനയിലും അൽ സുഹൂഫിലുമായിരുന്നു ട്രാമിന്റെ ആദ്യ പരീക്ഷണയോട്ടം. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോർഡ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മത്താർ അൽ തായറിന്റെയും മറ്റു ഉന്നതരുടെയും സാന്നിധ്യത്തിലായിരുന്നു ട്രാമിന്റെ ചക്രങ്ങൾ ആദ്യമായി ദുബായിൽ ഉരുണ്ടത്. ഏറെ നാളായി ട്രാമിന്റെ സാക്ഷാത്കാരത്തിനായി പൊരിയുന്ന വെയിലിൽ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികളും ആ നിമിഷത്തിന് സാക്ഷിയാവാൻ എത്തിയിരുന്നു. ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന അൽ സുഹൂഫ് ട്രാം ഉരുണ്ടു തുടങ്ങിയതോടെ തടിച്ചുകൂടിയവർ കൈയടിച്ചും മറ്റും ആഹ്ലാദ പ്രകടനം നടത്തി. ഉന്നതരും സുരക്ഷാഭടന്മാരും മാത്രമായിരുന്നു ആദ്യ പരീക്ഷണ യാത്രയിൽ ട്രാമിലുണ്ടായിരുന്നത്. ട്രാമിന്റെ ആദ്യ വാഹനം ഡിസംബറിലായിരുന്നു ദുബായിലെത്തിയത്. ദുബായ് മറീനയിൽ നിന്നാരംഭിച്ച് മാൾ ഓഫ് ദി എമിറേറ്റ്സ് വരെയുള്ള 9 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. ആകെ 14.5 കിലോമീറ്ററിൽ മറീന മുതൽ ദുബായ് പോലീസ് സ്റ്റേഷൻ വരെയാണ് ട്രാം ബന്ധിപ്പിക്കുക. മെട്രോയുടെ റെഡ് ലൈനുകളുടെ സമാന്തരമായി പോകുന്ന ട്രാം ലൈൻ ഷെയ്ഖ് സായിദ് റോഡിലെ 3 മെട്രോ സ്റ്റേഷനുകൾ വഴി കടന്നുപോകും. നടപ്പാലങ്ങളിലൂടെ മെട്രോ സ്റ്റേഷനെയും ട്രാം സ്റ്റേഷനെയും ബന്ധിപ്പിക്കുവാൻ സംവിധാനങ്ങളുണ്ട്. ഈ വർഷം നവംബർ മാസത്തിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുവാനുദ്ദേശിക്കുന്ന ട്രാമിന്റെ ഒന്നാം ഘട്ടത്തിൽ 11 ട്രാമുകളാണ് ദുബായിൽ സർവീസ് നടത്തുക. ദിവസം 27,000 പേർക്ക് യാത്രാ സൗകര്യമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ട്രാം 2020 ആവുന്നതോടെ വിപുലമായ രൂപത്തിൽ വികസിപ്പിക്കുവാനും പദ്ധതിയുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ദുബായിൽ ട്രാം സംവിധാനം കൊണ്ടുവന്നത്. മെട്രോയുടെ ഗംഭീര വിജയത്തിന് ശേഷം ഗതാഗത രംഗത്ത് മറ്റൊരു ചരിത്രം കൂടി രചിക്കുകയാണ് ദുബായ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.